പാട്ടുകളെല്ലാം കൃപയെക്കുറിച്ചായിരുന്നു. आज गीत के द्वारा गाया हुआ आशीष के बारे में है। കാരണം ആ ഓരോ പാട്ടുകളും കൃപയെക്കുറിച്ച് ഇന്ന് ദൈവത്തെ വാഴ്ത്തി പാടുവാൻ ദൈവം കൃപ ചെയ്തു. एक एक गीत अनुग्रह की बात वहां पर संबंध है। കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് കൃപയാൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച്, ആ നന്മകളെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. परमेश्वर की महिमा के साथ हमको मिलता है जो उसके बारे में हम मनन करते रहते थे। അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ऐसा होवे तो वो विषय की ओर हम एक बार फिरे। കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. आए हुए सारे सबों को यीशु क्रिस्त की ये नाम में हमारा वंदन देता हूँ। ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടി വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. दुनिया के कोने कोने तक बैठकर एक प्लेटफॉर्म में आकर मसीह की मधुर वाणी सुनने के लिए अवसर मिला, इसी कारण मैं धन्यवाद देता हूँ। പകൽക്കാലം ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. आज सुबह ही वक्त मसीह बहुतायत आशीषों से हमको भर दे। അല്പസമയം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവസന്നിധിയിലായിരിക്കാം. थोड़ा सा समय प्रार्थना के साथ भी साथ हम बैठ जाए। ഇന്ന് പകൽക്കാലം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുക. आज सुबह ही वक्त सबों की प्रार्थना हमारे लिए आवश्यकता है। കാരണം ആ വരുന്ന പകൽക്കാലം ആ ദൈവം നമ്മോട് സംസാരിക്കണമെങ്കിൽ, ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. आज सुबह ही वक्त परमेश्वर के काम कार्य हमारे बीच में संपन्न होना चाहता है तो प्रार्थना में लवलीन रहना आवश्यकता है। അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകി തരും. हम प्रभु की ओर मांगे, आवश्यकता की आधार पर प्रभु हमारे लिए दिया देता है। ആമേൻ. കൃപയാൽ ദൈവം നമ്മെ വിളിച്ചു. अनुग्रह के साथ प्रभु की बुलाहट हमें दी है। കൃപയാൽ നമുക്ക് രക്ഷിക്കപ്പെടുവാനിടയായി. अनुग्रह के साथ उद्धार पाने के लिए प्रभु अवसर दी है। കൃപയുടെ ബഹുത്വത്താൽ ദൈവം നമ്മെ നടത്തി. अनुग्रह की महिमा से प्रभु ने हमें चलाया है। ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കാം, ആമേൻ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ കൂട്ടായ്മ. आज हम मनन करें और प्रभु की अनुग्रह के साथ दिया हुआ संगति। ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. फिलिपियों की पत्री में पहले अध्याय उसका 7वां पद से हम मनन करें। ആമേൻ. ഫിലിപ്പിയർ 1:7. फिलिपियों की पत्री पहले अध्याय की 7वां पद उचित है कि मैं तुम सबके लिए ऐसा ही विचार करूं, क्योंकि तुम मेरा मन में आ बसे है और मेरी खेदा में और सुसमाचार के लिए उत्तम और प्रमाण देने में तुम सब अनुग्रह में सहभागी हो। കൃപയാൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. और मेरी खेद में और सुसमाचार के लिए उत्तर और प्रमाण देने में तुम सब अनुग्रह में सहभागी हो। അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ സഭയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. प्रेरित पौलुस ने फिलिपियों मंडली के लिए खत लिखा। उसी समय में प्रेरित पौलुस की मनभावनी वहां पर पाया जाता है। പൗലോസിന്റെ ജീവിതത്തിൽ ലഭിച്ചതായ ഒരു കൂട്ടായ്മയെ കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്നു. पौलुस की जिंदगी में एक संगति मिला, वो संगति बारे में हम पाया जाता है।
പൗലോസ് പറയുന്നത് ആമേൻ കൃപയാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ അല്ലെങ്കിൽ നിങ്ങളെ എന്റെ കൂടെ ദൈവം തന്നത്. पौलुस यही बात देता है, अनुग्रह में सहभागी होने के लिए तूने हमारा साथ सहयोगी बन गया है। പ്രിയമുള്ളവരെ, അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ കൃപയാൽ ദൈവം തന്നതാണ്. अधिभोर की समय प्रभु के चरणों में आकर ये संगति में मसीही की वचन सुनने के लिए अवसर दिया और अनुग्रह में सहभागी है। ഒന്ന് ചിന്തിച്ചു നോക്കിയ, നമ്മൾ ആരും ചിന്തിക്കുകയോ നമ്മൾ ആരും പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു അവസരമാണ് ദൈവം തന്നത്. कोई किसी की मनभावनी नहीं, हृदय की सोच विचार नहीं, ऐसी अवस्थाओं में प्रभु ने ये सहभागी अनुग्रह की सहभागी कर दी है। അതാണ് കൃപ. കാരണം നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമുക്ക് ലഭിക്കുന്നത്. जो अनुग्रह हम यो सोच समझा नहीं, इतने समय में प्रभु ने हमारे लिए दान दी है। നമ്മൾ അർഹതയില്ലാതിരുന്ന സ്ഥാനത്ത് അർഹതയുള്ളതാക്കി തീർക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. हमारे में कुछ योग्यता नहीं, योग्यता के कारण नहीं, वो ही स्थान में हमें योग्य बनाता है, वही है अनुग्रह। ഈ ദൈവിക കൂട്ടായ്മയിൽ നമ്മൾ കൂടി വരുമെന്ന് ഒരു പ്രതീക്ഷയും അർപ്പിക്കാൻ കഴിയാതെ ഇരുന്ന സ്ഥാനത്ത് ऐसी संगति में आने के लिए हम अयोग्य थे, प्रभु की मसीह की अनुग्रह के कारण हमें योग्य बनाया है। കാരണം ദൈവത്തെ ആരാധിക്കുവാനുള്ള വിളി ലഭിച്ചത് ഇസ്രായേൽ ജനങ്ങൾക്കാണ്. यहोवा परमेश्वर को आराधना के लिए योग्य ठहराया, योग्य बनाया इस्राएलियों के लिए है। നമ്മൾ ആരും അവിടെ ദൈവത്തോട് അടുക്കുവാൻ ഒരു അർഹതയും ഇല്ലാതിരുന്നപ്പോൾ യേശു ക്രിസ്തു മൂലം നമുക്ക് ലഭിച്ച കൃപ. और हमें मसीह का साथ मिलजुलने के लिए कोई रास्ता नहीं था, वही स्थान में मसीह के द्वारा ये मिरास बना दिया है। അവൻ യാതൊരു കാരണത്താലും ഈ ദൈവസന്നിധിയിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം, कोई कारण से हमारा मसीह की ओर आकर मसीह की मधुरवाणी सुनने के लिए और चखकर देखने के लिए अयोग्य थे और योग्य बनाया है। ആമേൻ. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആമേൻ കൃപ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നാം ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത്. यीशु मसीह का प्रेम या अनुग्रह, इसी कारण ये मसीह की अनुग्रह प्राप्त करने के लिए बुलाहट मिली है। അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നൽകി തന്നു. ऐसे प्रकार की एक चुनौती प्रभु ने हमारे लिए प्रदान दिया है। ആ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. और इसके बारे में प्रेरित पौलुस ने पत्री लिखा और रोमियों की पत्री 11वां अध्याय 11-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. और रोमियों की पत्री 11वां अध्याय 5 और 6वीं पद. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്, കൃപയാലെങ്കിൽ പ്രവർത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ठीक इसी रीति से इस समय भी अनुग्रह से चुने हुए कुछ लोग बाकी है। यदि यह अनुग्रह से हुआ है तो फिर कर्म से नहीं तो अनुग्रह भी अनुग्रह नहीं रहा। നോക്കിയാ ഇവിടെ പറയുന്നത് ആമേൻ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപയാണ്. यहाँ में लिखा है यदि यह अनुग्रह से हुआ है तो फिर कर्म से नहीं तो अनुग्रह फिर अनुग्रह नहीं था.
അപ്പൊ കൃപയാൽ ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ആമേൻ ഈ തെരഞ്ഞെടുപ്പ്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തെന്നുള്ളത്. अनुग्रह के साथ ये चुनौती हमारे लिए मिली है। അപ്പോ ദൈവം നമ്മെ ആ കൃപയാൽ തെരഞ്ഞെടുത്തത് കൊണ്ട് ഇവിടെ പറയുന്നത് അത് നമ്മുടെ ആരുടെയും പ്രവർത്തികളല്ല. जो ये चुनौती बुलाहट हमें मिला, हमारा कुछ योग्यता देखते हुए नहीं, मसीह का दान है। ഈ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വന്നത് അത് ദൈവം നമുക്ക് നൽകിയ ഒരു ദാനമാ, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ കൃപയാലാണ്. ये वरदान पाने के लिए चुनौती मिला और मसीह की अनुग्रह की कारण है। ഇന്ന് പലരും പറയുന്നത് കേട്ടോണ്ട് ആമേൻ അവരുടെ ആ സംസാരം കാണുമ്പോൾ അവരുടെ എന്തോ ഗുണം കൊണ്ടാണ് അവർ രക്ഷിക്കപ്പെട്ടത് എന്നാണ് നമുക്ക് തോന്നുന്നത്. औरों को हम देखते हैं, लोगों के साथ बातचीत करते हैं, तब उन्होंने कहते हैं हमारा कुछ खूबी और अनुग्रह देखते हुए उनको बुलाहट मिला है। ആ കാരണം എന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എന്ന് പറയാൻ ഇടയാകുന്നത് കാണാനുണ്ട്. मैं योग्य है, मैं मसीह में हिम्मत पाया है, इसी कारण में प्रभु ने मुझे को ठहराया है, ये सोच समझते हैं। പ്രിയമുള്ളവരെ, നമ്മുടെ ആരുടെയും ഒരു ഗുണമോ ഒരു പ്രൈസലോട് എന്താ ഒരു പ്രവൃത്തിയോ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ട് ഈ കൃപയാൽ നിൽക്കുന്നത്. प्यारो, हम आपको यही बात समझाना चाहता है, हमारा कुछ अनुग्रह, हमारा खूबी, हमारा खूबसूरत जो कुछ देखते हुए नहीं है, मसीह की बुलाहट हम बढ़ाया है। കാരണം ഇവിടെ പറയുന്നത് കൃപയാലെങ്കിൽ അത് പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ അത് കൃപയല്ല. और ये ठीक इसी रीति से इस समय भी अनुग्रह से चुने हुए कुछ लोग बाकी है। यदि यह अनुग्रह से हुआ है तो फिर कर्म से नहीं है। ഞാനും നിങ്ങളും ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുന്നത് അത് നമ്മുടെ കഴിവോ മിടുക്കോ കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ അത്രേ. आज सुबह ही वक्त हमारा मसीह की नाम लेकर स्तुति आराधना देता है, हमारे कुछ खूबी देखते हुए नहीं, मसीह का वरदान वो अनुग्रह हमारे लिए दी गई है, इसी कारण में। എനിക്കറിയാം, ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ സംസാരിക്കുന്നത് ആ ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട് മാത്രം. हम ये विचार देते हैं, आज सुबह आपके साथ बैठकर ये वचन घोषणा करता है, मेरा कुछ ना कुछ काम के बारे में नहीं, कर्म की से नहीं, प्रभु की अनुग्रह से मिली है। കാരണം പ്രീശലോട് ഞാൻ ഇന്ന് ചിലപ്പോ ഇന്ന് ഇവിടെ ഇരിക്കേണ്ട വ്യക്തി ആയിരിക്കില്ലായിരുന്നു. शायद हो हम सोच समझे हम ये कुर्सी पर बैठने का योग्य नहीं थे। കാരണം കഴിഞ്ഞ ദിവസം പ്രീശലോട് ആരാധന കഴിഞ്ഞ് വരുമ്പോൾ ആമേന് ചെറിയൊരു വീഴ്ച സംഭവിച്ചു. बीते दिन में आराधना होकर घर की ओर आने का समय नीचे गिर गया है। ഒന്ന് സ്ലിപ്പായി വീണതാ പ്രീശലോട്. അത് വലിയ ഒരു പ്രശ്നം ഉണ്ടായില്ല, എങ്കിലും ചെറുതായിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. फिसलते हुए जगहों में फिसल गया है, ज्यादा तकलीफ नहीं होना, फिर भी एक छोटा सा चोट लगी है। രണ്ട് കൈയും തറയിൽ ഇങ്ങനെ കുത്തി നിന്നതുകൊണ്ട്, അല്ലെങ്കിൽ കൈയുടെ ബലത്തിലാൽ നിന്നതുകൊണ്ട് ശരീരത്തിന്റെ വേറൊരു ഭാഗത്തിനും അടി പറ്റിയില്ല. दोनों हाथ नीचे बैठाया, इसी कारण में शरीर में कुछ हानि ना पहुंचा। പക്ഷേ കുഴപ്പമില്ലാതെ വീട്ടിൽ വന്നു. വൈകുന്നേരം ആയപ്പോ രണ്ട് ഷോൾഡറിന് നല്ല പെയിൻ ആരംഭിച്ചു. शाम की वक्त घर पे आ गया है, शाम की वक्त और शरीर की कंधे पर वेदना शुरू हुई। അത് 2 ദിവസം കൊണ്ട് അതങ്ങനെ കുറഞ്ഞും കൂടി ഇങ്ങനെ നിൽക്കുക. 2 दिन से लेकर ज्यादा आता है, कम आता है, ऐसी रीति चलता है। പ്രീശലോട് ഇന്നലെ രാത്രി കാലം കർത്താവിന്റെ ദാസൻ വിളിച്ച് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എങ്ങനെയാ ശുശ്രൂഷിക്കേണ്ടത്. बीते संध्या के समय परमेश्वर की दास की बुलाहट मिली,
तब सोच विचार किया कैसा वचन की घोषणा मैं करूं। അത് മാത്രമല്ല, ഇന്നലെ പകൽക്കാലമാണെങ്കിൽ ഇവിടെ കറണ്ട് ഇല്ലാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു. केवल इतना ही नहीं, बीते दिन में बिजली की कमी के कारण परेशानी हो गई है। അത് വൈകിട്ടുള്ള ആരാധനയും കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ രാത്രി ഒത്തിരി വൈകിയാണ് കറണ്ട് വന്നത് തന്നെ. और संध्या की आराधना में शामिल हो नहीं सका, बहुत देरी से अंधेरा में बिजली आया है। അപ്പോ എല്ലാം കൊണ്ട് വലിയ പ്രതികൂലത്തിന്റെ മധ്യയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് രാവിലെ ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. और सब हमारे लिए अनुकूल परिस्थिति नहीं थे, मसीह की अनुग्रह के कारण सुबह आपके साथ खड़ा होने के लिए प्रभु ने अवसर दिया है। അതാ ഞാൻ പറഞ്ഞത്, ദൈവം കൃപയാൽ നമുക്ക് നൽകിയത് അത് നമ്മുടെ കഴിവോ നമ്മുടെ പ്രവൃത്തിയോ കൊണ്ടൊന്നുമല്ല. मैं इसी कारण में आपको चेतावनी दिया है, हमारा कुछ खूबसूरत खूबी की बात की ओर नहीं, प्रभु की अनुग्रह से सुबह आपने खड़ा किया है। ഓരോ ദിവസവും ദൈവം നടത്തുന്നത് തന്റെ കൃപയാലാണ്. അതിൽ എന്റെ ഒരു മിടുക്കോ കഴിവോ ഇല്ല. दिनम प्रति प्रभु ने हमें चलाता है, हम चलता है, हमारा कोई कुछ खूबसूरत बात की ओर से नहीं है। കാരണം യോഹന്നാൻ വിളിച്ചു പറയുന്നത്, ദൈവം നമ്മെ സ്നേഹിച്ചത് തന്റെ കൃപയാൽ തന്റെ മകനെ നമുക്ക് വേണ്ടി നൽകി തന്നു. यूहन्ना ने यही बात दी है, हमारा कोई कुछ काम कार्य से नहीं, मसीह की अनुग्रह से बुलाहट हमारे लिए दिया है। അത് യോഹന്നാൻ 3:16 അതാ വിളിച്ചു പറയുന്നത്, ദൈവം തന്റെ മകനെ നൽകുവാൻ നമ്മോട് കാണിച്ചതായ കൃപ. यूहन्ना 3 अध्याय 16 पद में लिखा, हमारे ऊपर अनुग्रह की झंडा दिया, प्रभु की दया से, अनुग्रह से। അപ്പോ ദൈവത്തിന്റെ ആ കൃപ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ അഹങ്കരിക്കുകയല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ താഴുക. उनका एक पुत्र मसीह को हमारे लिए दिया, जो हम इसमें से घमंड ना करे, दया के साथ नम्र होकर अनुग्रह प्राप्त करे। കാരണം നാം എത്രത്തോളം നമ്മെ താഴ്ത്തുമോ അത്രത്തോളം ദൈവം കൃപയാൽ നമ്മെ ഉയർത്തും. मसीह की वचन यही दिया, मसीह के कारण हम कितना नीचे आए, झुके, इतने प्रभु ने हमें उठाएंगे, मसीह के लिए खड़ा कर देंगे। കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ പറഞ്ഞു, ദൈവകൃപയാൽ ചില വർഷങ്ങൾ ഹോസ്പിറ്റലൊന്നും പോകാതെ ദൈവം പരിപാലിച്ചു. बीते सप्ताह में यही बात दी, प्रभु की अनुग्रह से, दया से अस्पताल में भर्ती होने के लिए अवसर हुई थी, लेकिन प्रभु मसीह ने हमें खड़ा कर दिया है। അതിനുശേഷം ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. उसके पश्चात और कई प्रकार के प्रश्नों से गुजरना पड़ा, लेकिन मसीह ने हमें स्थिर कर दिया है। കാരണം ചില ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ശരീരത്തിൽ വല്ലാതൊരു വേദനയാൽ നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. बीते सप्ताहों में परमेश्वर के दास की शरीर में इतनी वेदना उठाया है, सब में प्रभु ने हमें बचाया, रक्षा कर दिया है। ഞാൻ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, കർത്താവ് എന്നെ കിടത്തരുത്. मैं मसीह को ऐसी प्रार्थना करते हैं, बिछौनी पर लेटना ना दे। കാരണം ഒരു പ്രാവശ്യം അനുഭവിച്ചതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്കറിയാം. एक बार अनुभव किया, वो अनुभव के बारे में मुझे को जानकारी है। ആയിരിക്കുന്ന കാലം അത്രയും കർത്താവിന് വേണ്ടി ഓടണം, അധ്വാനിക്കണം, നിലനിൽക്കണം. जितने दौड़ सकते हैं इतने दौड़े, मसीह के लिए योग्य बनाकर सिर है। പാസ്റ്റർ ഇടയ്ക്ക് പറയാറുണ്ട്, അതുപോലെ ആയിരിക്കുന്ന കാലം കിടക്കാതെ ഓടിക്കൊണ്ടേയിരിക്കണം. जितने
वर्ष तक प्रभु देता है, इतने मसीह के लिए दौड़ते ही रहे. ഞാൻ പറഞ്ഞത് പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും നാം ഓരോ ദിവസവും കൃപയിൽ വളരണം. मैं ये बात कहने देते हैं, जितने जीने देते हैं इतने प्रभु के लिए काम करते ही रहे. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും അത് ഉപേക്ഷയായി വിചാരിക്കരുത്. यहाँ पर ये वचन दिया है, अनुग्रह के कारण प्रभु ने हमें वरदान दिया है, अनुग्रह के साथ भी साथ जीवन बिताए. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, കൃപയാൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് ആത്മീക വർധനയ്ക്ക് കാരണമായി തീരണം. और हमारे जीवन में दिया हुआ वो मसीह की दया और अनुग्रह औरों के लिए फैलाने के लिए भी हम तैयारी के साथ होना चाहिए. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, एफेसियों की पत्री 4 अध्याय और 29वां पद में आएगा तो അവിടെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുന്നത് ഇങ്ങനെയാണ്. प्रेरित पौलुस ने एफेसोस की मंडली के लिए पत्र लिखता है, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. वो जिन्होंने सुनते हैं वो सुनने वालों को अनुग्रह मिलने की बात बताना और हमारे मुख से छली बात ना आए. അപ്പൊ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധന. वो सुनने वालों को, क्योंकि किसी ने कभी अपने शरीर से वैर नहीं रखना, वरना उसका पालन पोषण करता रहना. ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തുന്നതായി തീരണം. पौलुस ने चेतावनी देता है, हमारा मुंह से निकलते हुए शब्द औरों को वरदान अनुग्रह प्राप्त करने के लिए शब्द होना हमारा काम कार्य है. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവർക്ക് സന്തോഷം വരുത്തുന്നതാണോ? आज सुबह के वक्त अपने आप को जांच ले, हमारे मुंह से निकलते हुए शब्द औरों को आत्मिक जागृति मिलता है नहीं है, सोच विचार करने के लिए शब्द देता है. പൗലോസ് പറയുന്നത് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്ന്. पौलुस ने ये चेतावनी देता है, भले शब्द हमारा मुंह से निकले, बुरी बात हमारा मुंह से ना आए. നമ്മുടെ വാക്ക് കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ആത്മീക വർധന വരുന്നുവെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. हमारा बोलियों से औरों को आत्मिक जागृति मिलेगा तो हमारा मुंह से अच्छे शब्द बाहर निकलना हमारा काम कार्य है. നിരാശയിലിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ വാക്കുകൾ സംസാരിക്കുമ്പോൾ അവർക്കത് സന്തോഷവും അനുഗ്രഹവുമായി തീരുന്നുണ്ടോ? निराशा और दुखित और खेदित लोगों को हमारा मुंह से निकलते हुए शब्द उनको दिलासा देता है नहीं है, सोच समझना. അത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് സന്തോഷം വരുന്ന, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീക വർധനയ്ക്ക് ഉതകുന്ന വാക്കുകളാണോ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്? हम दूसरे के साथ बात करते हैं तब हमारा बोली, हमारा शब्द दूसरों को आत्मिक जागृति मिलता है नहीं है, इसके बारे में सोच विचार करना हमारा काम कार्य है. അപ്പോ മറ്റുള്ളവരെ നിരാശപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികളും വാക്കുകളുമാണോ നമ്മിൽ നിന്ന് വരുന്നത്? औरों को खेदित करते हैं, दुखी होते हैं
और उनका मन को ढूंढते हैं, ऐसे शब्द हमारा मुंह से बाहर आता है नहीं है। ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിച്ച് നമ്മുടെ വാക്കുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് ആത്മീക വർധനവ് വരുന്നത് ഇല്ല എങ്കിൽ അത് വളരെ ദുഃഖകരമാണ്. हमारा बोलियों से दूसरों को आत्मिक जागृति नहीं मिलेगा तो हमारे बोली में कोई कुछ फायदा नहीं होता है। കാരണം മറ്റൊരു വ്യക്തിക്ക് ആത്മീയ വർധന വരുന്ന വാക്കുകളല്ല നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ कारण औरों को, अन्यों को आत्मिक जागृति मिलने की विरोध में हमारा मुंह से कुछ बात आएगा तो ये दुखी बात है। അതെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്നത്. परमेश्वर की पवित्र आत्मा को दुखित करता है, खेदित करता है। അപ്പോ ആമേൻ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. हमारे मुख से निकलते हुए शब्द बात औरों को आशीष अनुग्रह के कारण बनाना चाहिए। അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതായി തീരണമെന്ന്. इसी कारण में वचन देता है, हमारे मुख से निकलते हुए वचन नमक से स्वादिष्ट बनाना चाहिए। എന്നാൽ ചില സമയങ്ങളിലൊക്കെ കടന്നു വരുന്നത് ഉപ്പിനാലുള്ള രുചിയല്ല, പഞ്ചസാരയിലുള്ള രുചിയാ വരുന്നത്. कई शब्द हमारा मुख से बाहर निकलते हैं, नमक से स्वादिष्ट नहीं और शक्कर की स्वादिष्ट आते हैं। ആ പഞ്ചസാര എന്ന് പറയുമ്പോൾ ആമേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന സുഖിപ്പിക്കുന്ന വാക്കുകളല്ല വരേണ്ടത്, ഉപ്പിനാൽ രുചിയുള്ള വാക്കുകളാണ് വരേണ്ടത്. और शक्कर से, शुगर से हम ये बात बोली आता है, लेकिन नमक की स्वादिष्ट अलग होता है। അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതായി തീരണം. इसी कारण में प्रेरित पौलुस कहते हैं नमक से स्वादिष्ट बनाना चाहिए। അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. इसी कारण में प्रेरित पौलुस बताते हैं हमारा बोलियों में दूसरों को दुखित ना करे। ആമേൻ. കാരണം പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത്. कारण यही है, पवित्र आत्मा के कारण हमारा उद्धार के दिन के लिए पवित्र आत्मा से छाप लगाया हुआ है। അപ്പോ നമ്മുടെ ആമേൻ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. हमारा कामों के द्वारा, हमारा बोलियों के द्वारा पवित्र आत्मा को दुखित ना दे। മറ്റൊരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെ ആത്മാവിൽ മുന്നോട്ട് നയിക്കുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ സംസാരം. औरों के साथ बातचीत करते हैं, उन्हों को मसीह की जागृति में लाने के लिए इतने प्रयत्न करना हमारा अनिवार्य है। അതെ, രണ്ട് ദൈവമക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആത്മീക വർധനമാണോ വരുന്നത് അതോ അവിടെ മറ്റു വിഷയങ്ങളാണോ വരുന്നത്? दो व्यक्ति के साथ बातचीत करते हैं, आत्मिक जागृति आते हैं, आत्मिक निराशा आता है। പലപ്പോഴും ആമെ സംസാരിക്കുമ്പോൾ ആത്മീകമായ മന്ദത അല്ലെങ്കിൽ ആത്മാവിനാൽ ദുഃഖിപ്പിക്കുന്ന അവസ്ഥകളല്ലേ വരുന്നത്? अनेक समय हमारा जीवन में यही आते हैं, आपस में बातचीत करने का समय आत्मिक जागृति के सिवा उसका बदले आत्मिक और आत्मिक बातों में हम कमजोर हो जाता है। ഇല്ല എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ ആ വ്യക്തിയോട് ആമെ സംസാരിക്കേണ്ടതില്ലായിരുന്നു എന്ന് ചിന്തിച്ച എത്ര അവസരങ്ങൾ ഇല്ല ജീവിതത്തിൽ വന്നിട്ടില്ല. कई बार ऐसे समझ लेते हैं, बहुत सारे समय हम आत्मा में फंस जाते हैं। എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ആമെ ഞാൻ അത് സംസാരിക്കാതിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം ലഭിച്ചേനെ. कई लोग परमेश्वर के दास की और ऐसे बताया है, और समय मिलता तो और बात करने के लिए मेरा साथ आग्रह रखा था।
കാരണം ഈ സംസാരിക്കുന്ന വാക്കുകൾ പലപ്പോഴും മുറിപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായി തീരാറുണ്ട്. और आपस में बातचीत करते हैं, कई लोगों को आपस में दुखित होता है, वेदना देता है, संकट की हाल बनाता है। അപ്പോ വചനം പറയുന്നത് നമ്മൾ സംസാരിക്കേണ്ട വാക്കുകൾ മാത്രമേ സംസാരിക്കാവൂ. तो पवित्र आत्मा की वचन यही देता है, आवश्यकता क्या है, आवश्यकता के साथ योग्यता की वचन बताना, शब्द बताना चेतावनी है। കാരണം നമ്മുടെ സംസാരം പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതുമായി തീരും. हमारा बोली औरों को दुखी देता है, वेदना देता है, संकट देता है। എന്നാൽ വചനം പറയുന്നത് ആമേൻ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് ആത്മീക വർധനയ്ക്ക് അത് കാരണമായി തീരണം. बाइबल यही वचन देता है, औरों के साथ बातचीत करते हैं, बहुत स्वादिष्ट वचन होना उन्हों को आत्मिक जागृति मिलने के लिए। നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ സംസാരം അവർക്ക് ആശ്വാസമായി തീരണം. निराशा में और दुखित खेदित व्यक्तियों को मिलते हुए समय हमारा बोली उनका वेदना हटने के कारण बनाए। കാരണം ഞാനിത് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ये वचन देता है, परमेश्वर के दास को अनुभव में कई बात आया हुआ है। മാനസികമായും ശാരീരികമായും ഒത്തിരി പ്രതികൂലങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. और मन की दिखावट आत्मिक में और कई बातों में कई प्रकार की वेदना सहजा है। അവൻ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ദൈവദാസന്മാർ എന്തുകൊണ്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് ഞാൻ ഒരിക്കൽ ചിന്തിക്കാനിടയാണ്. कई बात ऐसे अपने आप को कल्पना लाया, कई परमेश्वर के दासों ने आत्महत्या स्वयं मृत्यु पाता है, इसके कारण क्या होता है? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്? परमेश्वर के दास परमेश्वर की ओर पूछने लगा, ये कारण क्या है? ദൈവം ചില കാര്യങ്ങളെ എന്നെ പഠിപ്പിച്ചു. कई बात मसीह ने उनको सिखाया। അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അവൻ ചില സമയങ്ങളിൽ പെട്ടെന്ന് എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് അബദ്ധമായി തീരുന്നത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. कई समय जल्दी से जल्दी सवाल को जवाब ढूंढता है, मिलता है, इसी कारण में निराशा में मृत्यु में जाते हैं। അവർക്കത് പെട്ടെന്ന് ആമേൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ആമേൻ ആ ലഭിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരായി വരുന്ന പ്രവർത്തികളോ തങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ അവർ പെട്ടെന്ന് തെറ്റായ തീരുമാനമെടുക്കുന്നു. और मिलता है वो शब्द अपने आप को स्वयं विचार करके उसमें पकड़ना, स्थिर रहना, मसीह की वजन में ये बात अपनाने के लिए मुश्किल रहते हैं। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകാത്ത ഒരു വാക്കും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. इसी कारण में प्रेरित पौलुस देते हैं, अनुकूल बात बोलना, प्रतिकूल शब्द त्याग करना। കാരണം ദൈവകൃപ നമുക്ക് ആത്മീക ശക്തി നൽകുന്നു. कारण यही है, मसीह की अनुग्रह हमें सामर्थ्य देता है। അതാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. इसी कारण में दूसरा कोरिन्थी 12वां अध्याय में ये वचन हमें मिलता है। 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ആമേൻ അവൻ ദൈവത്തോട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. और उसका 9वां पद में कई बात परमेश्वर से मांगा है। അവൻ ഒരു വിഷയത്തിന് വേണ്ടി ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവത്തോട് ഒത്തിരി കരഞ്ഞു. उन्होंने बहुत सारे बात अनुग्रह के लिए मांगा है। പക്ഷെ ദൈവം അവനോട് പറഞ്ഞത്, ആമേൻ എന്റെ കൃപ നിനക്ക് മതി. मसीह ने उन्होंने कहा, मेरा अनुग्रह तुम्हारे साथ भी साथ रहे।
കാരണം എന്റെ ശക്തി ബലഹീനതയിൽ അത് തികഞ്ഞു വരുന്നു. क्योंकि मेरा सामर्थ्य निर्बलता में सिद्ध होती है. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിലും പ്രശംസിക്കും. इसलिए मैं अपनी निर्बलताओं पर घमंड करूंगा. ഓക്കെ, ആമേൻ. ബലഹീനതയിൽ ആമേൻ തികഞ്ഞു വരുന്ന ആ ദൈവിക ശക്തി. और निर्बलताओं में बड़े आनंद से घमंड करूंगा. അതുകൊണ്ട് കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ इसलिए बड़े आदर से अपनी निर्बलता में घमंड करूंगा. ആ ദൈവ സ്നേഹത്തെ ആത്മീക വർധനവേ जो आत्मिक जागृति मिलने के लिए, ദൈവിക ശക്തി നമ്മൾ ലഭിക്കേണ്ടതിന്, मसीह की सामर्थ्य हमारे में आने के लिए, നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് നമുക്കൊരു വീണ്ടെടുപ്പ് നൽകിയിരിക്കുക. मसीह ने चुन लिया, चुनौती दिया और उद्धार पाने के लिए. അത് നമ്മുടെ സ്വർഗീയ പ്രവേശനത്തിനൊരു കാരണമായി തീരാൻ പൗലോസ് പറയുന്നു. वो स्वर्गीय राज्य में जाने के लिए का कारण बन जाता है. അപ്പോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൃപയുടെ ദാനങ്ങളെ मसीह ने हमारे लिए दिया हुआ वो अनुग्रह के वरदानों में, അപ്പോ നാം ഈ നിൽക്കുന്ന കൃപ, ये खड़ा है वो अनुग्रह. അതിനെ നഷ്ടപ്പെടുത്താതെ ഈ നാളുകൾ അത് ആത്മീക വർധനയ്ക്ക് അത് കാരണമാക്കി തീർക്കാം. ये नष्ट ना करे, आत्मिक जागृति के लिए उपयोग करे. കാരണം ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നതും ആ ദൈവത്തിന്റെ കൃപയാണ്. आज सुबह के वक्त जीने देता है प्रभु की अनुग्रह से. കഴിഞ്ഞ 30 വർഷങ്ങളായി ഈ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ്. बीते 30 वर्षों से परमेश्वर की सेवकाई में स्थिर है, वो प्रभु की अनुग्रह से. മാത്രമല്ല ഇന്നത്തെ ദിവസവും എന്റെ ജീവിതത്തിലെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസവുമാണ്. आज के दिन बहुत धन्य दिन है. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങൾ പലരും ഇവിടെ കൂടി വന്ന് ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. बीते वर्ष में इसी समय कई लोग इकट्ठे होकर आराधना किया था. പക്ഷെ ഇന്ന് അതിന്റെ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എങ്കിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. और हमारा चारों तरफ हमारे लिए अनुकूल नहीं, इसी प्रकार प्लेटफॉर्म में आकर प्रभु को आराधना करने के लिए अवसर दिया है. കാരണം പ്രൈസ് ദി ലോർഡ്, ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറിയാ. 26 വർഷങ്ങൾ ദൈവം കാത്തു പരിപാലിച്ചു. आज के दिन परमेश्वर के दास परिवार समेत आने के लिए 26 वर्ष बीत गई है. പിന്നോട്ടൊന്ന് ചിന്തിക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ നേരിട്ടു. पीछे की ओर देखते हैं कई प्रकार की मुश्किल, कई प्रकार की वेदना, दुख सहजा था. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് നടത്തി. और हरेक प्रकार हरेक काम कार्यों में प्रभु की दया अनुग्रह हमारा साथ भी साथ रहा. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. और भी आपकी प्रार्थना मांगते हुए मेरा शब्द यहाँ पर समाप्त करता हूँ. ഒരു നിമിഷം നമുക്ക് കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. एक क्षण समय हम प्रार्थना करें, आंख बंद करें. ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, मसीह की अनुग्रह से मिला हुआ ये अवसर, ഈ ദിവസങ്ങളിൽ അത് മറ്റുള്ളവർക്കും ആത്മീക വർധനയ്ക്ക് കാരണമാക്കി തീർക്കുവാൻ, दिया हुआ समय और लोगों को भी अनुग्रह होने के कारण बनने के लिए आप अपने आप को अर्पण करें. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം प्रार्थना करें. സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हे स्वर्गीय परमपिता, दिया हुआ सुंदर अवसर के लिए धन्यवाद देता हूँ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കൂടി വന്ന കർത്താവിനെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. आज सुबह के वक्त
इकट्ठा होते हुए मसीह की ओर आने के लिए अवसर दिया है। വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. जितना वचन सुना है सबों को परमेश्वर के हाथों में समर्पण करेंगे। അങ്ങ് നൽകിയിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. हमें मिला हुआ ये संगति के लिए धन्यवाद देता है। ഞങ്ങളുടെ വാക്കുകൾ ആത്മീക വർധനയ്ക്ക് അത് കാരണമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യും. हमारा शब्द, हमारा बोली औरों की आत्मिक जागृति के लिए कार्य बने। ആമേൻ. ഞങ്ങളുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും കാരണമായി തീർന്ന ആ ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. हमारा उद्धार हमको मसीह में रहने के लिए जो बोली हमें दिया, इसी कारण में धन्यवाद देता है। ഇന്ന് പകൽക്കാലം ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. आज सुबह ही वक्त सेवकाई के लिए हमें भी उपयोग किया, इसलिए धन्यवाद। എല്ലാ പ്രിയപ്പെട്ടവരും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. बहुत सारे विश्वासियों को तेरे हाथों में समर्पण कर देते हुए प्रार्थना करते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना यीशु मसीह की नाम में धन्यवाद। ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവം Praise the ധാരാളമായി Lord. അനുഗ്രഹിക്കട്ടെ. എനിക്ക് കുറച്ചു നാളായി ചുമ എന്നെ വല്ലാതെ കലശലാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗുളിക